ഫിസിക്സ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിന്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് ഇവയാണ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസിങ് ന്യൂട്ടൺസ് തേർഡ് ലോ. ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. പിന്നെ അതുപോലെ തന്നെ മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡ്. പിന്നെ അതിനുശേഷം മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ഫസ്റ്റ് ടോപ്പിക്ക് പോവാം. നമ്മൾ എന്താ പറയുക, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസിങ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് നേരത്തെ എന്താ കഴിഞ്ഞ വീഡിയോ പഠിച്ചിട്ടുണ്ട്. ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം, അപ്പൊ എന്താ ദ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഈസ് റിമെയിൻസ് കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുത്തില്ലെങ്കിൽ മൊമെന്റ് ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ മൊമെന്റ് എന്ത് ചെയ്യുക, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഈ കൺസർവേഷൻ ഓഫ് മൊമെന്റം ന്യൂട്ടന്റെ തേർഡ് ലോ. ന്യൂട്ടന്റെ തേർഡ് ലോ എന്താണ്? എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനം സമവും വിപരീതവുമായിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ നമ്മളിവിടെ രണ്ട് ബോഡീസ് ഉണ്ട് അല്ലെ. അപ്പൊ രണ്ട് ബോഡീസ് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി രണ്ട് ബോഡീസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, ബോഡി എ ആൻഡ് ബോഡി ബി. ഈ രണ്ട് ബോഡീസും കൊളൈഡ് ചെയ്യണം. കൊളൈഡ് ചെയ്തതിനു ശേഷം ഇവ എന്ത് ചെയ്യാം, പുറത്ത് രണ്ട് എക്സ്റ്റേജിലേക്ക് പോകുമല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഇലാസ്റ്റിക് കൊളീഷൻ ആണെന്ന് വിചാരിക്കാം. ഇലാസ്റ്റിക് കൊളീഷൻ. അപ്പൊ കൺസിഡർ ടു ബോഡീസ് എ ആൻഡ് ബി കൊളൈഡ് വിത്ത് ഈച്ച് അതർ. എത്ര ഇവിടെ എഴുതിയുണ്ട്, ടു ബോഡീസ് എ ആൻഡ് ബി കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, ഇവിടെ ഈച്ച് അതർ. അപ്പൊ അത് രണ്ട് വശങ്ങളിലേക്ക് പോയല്ലോ. അപ്പൊ ഉണ്ടാവുന്ന, അതായത് ഈ ബി എ എന്നുള്ള ബോഡി ബി വന്ന് ഇടിച്ചിട്ട് നേരെ റിട്ടേൺ പോവാണ്. അതുപോലെ ബി എന്നുള്ള ബോഡി എ നിന്ന് ഇടിച്ചിട്ട് റിട്ടേൺ പോവാണ്. ആ രണ്ട് കേസാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു ന്യൂട്ടന്റെ രണ്ടാം ലോ പ്രകാരം നമുക്ക് ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, ഫോഴ്സ് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എഴുതാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഓൺ എ ഡ്യൂ ടു ബി അല്ലേ. ഈ എ എന്നുള്ളത് ബിയിൽ പോയി ഇടിക്കുകയാണ് അല്ലെ. അപ്പൊ ബി കൊണ്ട് എക്ക് ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുന്നത് ഫോഴ്സ് ഓഫ് എ ഡ്യൂ ടു ബി. അങ്ങനെ എഴുതാ, എഫ് എ ബി എന്നാണ് എഴുതാ. എഫ് എ ബി അതിന് ഞങ്ങൾ എഴുതും ഡി പി എ ഡിവൈഡ് ബൈ ഡി ടി. എന്താണ് ഡി പി എ ഡിവൈഡ് ബൈ ഡി ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ദ ഫോഴ്സ് ഓഫ് ബി, അതായത് ഫോഴ്സ് ഓഫ് ബി ഡ്യൂ ടു എയിൽ വന്നിട്ട് ബി വന്ന് ഇടിച്ചിട്ട് ബിക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ എഫ് ബി എ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഡി പി ബി ഡിവൈഡ് ബൈ ഡി ടി. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ ആഡ് ചെയ്ത് എന്താ കിട്ടുക, അതും നോക്കാം അല്ലെ. എഫ് എ ബി പ്ലസ് എഫ് ബി എ എന്ന് പറയുന്നത് എന്താണ്, ഡി പി എ ബൈ ഡി ടി പ്ലസ് ഡി പി ബി ബൈ ഡി ടി. ഇത്രയും കാര്യങ്ങൾ അറിയാലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യണില്ല എന്ന് വിചാരിച്ചോ. അപ്പൊ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യണില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് എഫ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുമല്ലോ. 0 ഈക്വൽ ടു ഡി പി എ ബൈ ഡി ടി പ്ലസ് ഡി പി ബി ബൈ ഡി ടി. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഡി പി എ ബൈ ഡി ടി നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഡി പി എ ഡിവൈഡ് ബൈ ഡി ടി എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ മൈനസ് ഓഫ് ഡി പി ബി ബൈ ഡി ടി എഴുതാലോ. അങ്ങനെയാണെങ്കിൽ ഡി പി എ ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഡി, അത് സമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ഡി പി എ ബൈ ഡി ടി എന്ന് പറഞ്ഞതാണല്ലോ എഫ് എ ബി equal to minus of f
ബി എ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് എഫ് ബി എ എഫ് എ ബി ഇസിക്കൽ ടു മൈനസ് ഓഫ് എഫ് ബി എ. ഒക്കെ അതെന്താ പറഞ്ഞത്? ന്യൂട്ടന്റെ ലോ എന്താ? എവരി ആക്ഷൻ ദെർ വിൽ ബി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇവിടെ ഒരു ആക്ഷൻ ഉണ്ട് അല്ലെ, ആക്ഷൻ ഉണ്ട്, ഈക്വൽ ടു എന്ത് ചെയ്യാണ് ഇവിടെ? അതിനർത്ഥം എന്താ? റിയാക്ഷൻ ആണ് അല്ലെ, ആക്ഷൻ ഈക്വൽ ടു റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ മൊമെന്റ് ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യാണ്. അപ്പൊ ചെയ്തപ്പോ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. എന്താണ് അത്? ന്യൂട്ടന്റെ തേർഡ് ലോയില് എത്തിയില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസിങ് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ടോപ്പിക്ക് പോവാണ്. ഓക്കെ, അടുത്ത ടോപ്പിക് എന്തായാലും ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഷോ ദാറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു mu s. ഓക്കെ, നമുക്ക് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡി ഉണ്ട്. അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക്, അതായത് ഒരു ഫോഴ്സ് ഒരു ഇൻക്ലൈൻഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ പ്രതലത്തിൽ നിൽക്കുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു mu s എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാന്ന് നോക്കല്ലേ. ദ ഫോഴ്സ് ആക്ടിങ് ആർ. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ഇതിൽ നമ്മൾ എടുക്കുന്ന ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പൊ അതിലൊരു നമ്മൾ എന്തെങ്കിലും ബോഡി നിൽക്കണ കണ്ടല്ലോ, ഒരു മഞ്ഞ നിറത്തിൽ കാണില്ലേ, അതാണ് ആ ഒരു ബോഡി നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു ബോഡി നിൽക്കുകയാണെങ്കിൽ നമുക്ക് താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യല്ലോ, ആ താഴേക്ക് ആയിട്ടുന്ന ഫോഴ്സിനാണ് നമ്മൾ അറിയാം mg എന്ന് പറയാം. എന്താണ്? mg. ഓക്കെ, എപ്പോഴും പിന്നെ ശ്രദ്ധിക്കുക, എപ്പോഴും ഒരു ബോഡി എങ്ങനെ നിന്നാലും ആ ബോഡിക്ക് എന്ത് ചെയ്യുക? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ ഉണ്ടാവുക. എന്താണ്? പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ ഉണ്ടാവുക. അപ്പൊ നോർമൽ ആണ് ഇങ്ങോട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ mg ഇങ്ങോട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ mg നമ്മൾ രണ്ട് കമ്പോണന്റ് ആയിട്ട് തിരിക്കുകയാണെങ്കിൽ mg സൈൻ തീറ്റ ഇവിടേക്കും അതുമാതിരി mg കോസ് തീറ്റ താഴേക്കും നമ്മൾ ആക്ട് ചെയ്യും. സപ്പോസ് mg സൈൻ തീറ്റ എന്ന് പറയുന്നത് താഴോട്ടാണെങ്കിൽ, അതായത് ഫോഴ്സ് താഴോട്ടാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യുക? ഫ്രിക്ഷനിൽ ഉണ്ടാവുക. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാല് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരു ബോഡി റെസ്റ്റിലാണ്, മനസ്സിലാക്കണേ, ഈ ബോഡി റെസ്റ്റിലാണ്, മൂവ് ചെയ്യണില്ല. കാരണം എന്താ? ഇവിടെ ഉണ്ടാവുന്ന രണ്ട്, അതായത് ഈ ബോഡി ഉണ്ടാകുന്ന mg സൈൻ തീറ്റ, അതായത് ഇങ്ങോട്ട് ഉണ്ടാകുന്ന ഫോഴ്സും അങ്ങോട്ട് ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ത് ചെയ്യുക? ഈക്വലാണ് അല്ലെ. എപ്പോഴാണോ ഒരു ഫോഴ്സ് ഫ്രിക്ഷനെ കാട്ടി എന്ത് ചെയ്യുക? കൂടുതലാണ്, അപ്പോൾ മാത്രം എന്ത് ചെയ്യുക? ആ ബോഡി മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പൊ ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണല്ലോ വെയിറ്റ് W=mg എന്നുള്ള ഉണ്ടല്ലോ. ഓക്കെ, പിന്നാണ് നോർമൽ ഫോഴ്സ്. എന്താണ് നോർമൽ ഫോഴ്സ്? പിന്നെ എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്നുള്ള ഫോഴ്സ് ഉണ്ട് അല്ലെ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ഫോഴ്സ് ആണ് ഇവിടെ എന്ത് ചെയ്യുക? ആക്ട് ചെയ്യുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്താ? ഇങ്ങനെ എഴുതി കൂടെ mg സൈൻ തീറ്റ ഈക്വൽ ടു mg സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, അതിന് ഓപ്പോസിറ്റ് ഏതാ വരുന്നത്? ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലേ, സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ, എഫ് എക്സ് മാക്സിമം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമല്ലോ mg സൈൻ തീറ്റ ഈക്വൽ ടു, ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെ എഴുതല്ലോ, mu n എഴുതിക്കൂടെ, mu n എഴുതിക്കൂടെ, mu s n അല്ലേ. ഇതൊന്നും കൂടി എഴുതാം, ഇത് നമുക്ക് എഴുതാം mu s ഇൻറ്റു n എഴുതിക്കൂടെ. എന്ന് പറഞ്ഞാൽ നോർമല്, mu എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ, mu എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. അതിൽ നിന്നിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുക? ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ അതേമാതിരി നമുക്ക് ഇവിടെ ഒരു കമ്പോണന്റ് കൊണ്ടിരുന്നല്ലോ. എന്താണ് അവിടെ കമ്പോണന്റ്? mg കോസ് തീറ്റ ഇല്ലേ, അതൊന്ന് എഴുതി വെക്കാം. mg കോസ് തീറ്റ ഈക്വൽ ടു എന്താ? നോർമൽ അല്ലേ. ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഇനി എന്ത് ചെയ്യാം? ഇക്വേഷൻ 1/2 ചെയ്ത് നോക്കാം അല്ലെ. ഇക്വേഷൻ 1/2. അപ്പൊ അത് ചെയ്താൽ എന്താ കിട്ടുക? അപ്പൊ 1/2 പറയുമ്പോ സൈൻ തീറ്റ ബൈ mgയും ക്യാൻസൽ ആയി പോകും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എന്താ? ടാൻ തീറ്റ ഈക്വൽ ടു, ഈ എന്നും എന്ത് ചെയ്യാം? കട്ടായി പോകും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്യാം. ഈ mgയും കട്ടായി പോകും. പിന്നെ ഈ എന്നും കട്ടായി പോകും. ബാക്കി എന്താ? mu s, ടാൻ തീറ്റ ഈക്വൽ ടു mu s.
ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂസ് നമ്മൾ എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ ഒരു എന്താ പറഞ്ഞത്? ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഷോ ദാറ്റ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂസ്. ഒരു ബോഡി ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നിൽക്കുന്ന ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാണാണ്. അപ്പൊ അവിടെ ഉണ്ടാക്കുന്ന ആംഗിളിലെ ആംഗിൾ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മ്യൂസ് എന്നുള്ളത് പ്രൂവ് ചെയ്താൽ മതി. അപ്പോ ഇത്ര കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. മോഷൻ ഓഫ് എ കാർ ഓൺ എ സർക്കുലർ ലെവൽ റോഡ് അല്ലെ, ഒരു സർക്കുലർ ലെവലിലൂടെയുള്ള ഒരു ബോഡിയുടെ മോഷനെ കുറിച്ചുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം, ഇപ്പോഴൊരു കാര്യം വയ്ക്കാം, നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം ആദ്യം. ഈ സർക്കുലർ ലെവൽ റോഡ് നമുക്ക് മനസ്സിലായി. ഈ സർക്കുലർ ലെവലായിട്ടുള്ള നേരത്തെ വട്ടത്തിലാണ് റോഡ് കിടക്കുന്നത്, പക്ഷെ ലെവലാണ്, ചെരിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ലെവലായിട്ടുള്ള റോഡാണ് സർക്കുലർ റോഡ്. അപ്പോ നമുക്ക് ഒരു ഡയഗ്രാം വരയ്ക്കാം. സപ്പോസ് ഒരു വരയ്ക്കുകയാണെങ്കിൽ ഒരു ഇതൊരു കാറാണ്, ഒരു കാറായിട്ട് കൺസിഡർ ചെയ്യണം. ഒരു കാറിന്റെ ഫ്രണ്ട് മുന്നോട്ട് ഇങ്ങോട്ടാ വരുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എം ജി എന്നുള്ള ഫോഴ്സ് എന്ത് ചെയ്യുക, താഴോട്ടാണ് ആക്ട് ചെയ്യുക. എം ജി എന്നുള്ള ഫോഴ്സ് താഴോട്ടാണ് ഉണ്ടാവുക. നോർമൽ എപ്പോഴും എന്ത് ചെയ്യുക, മുകളിലേക്കാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഇത്ര കാര്യം നമുക്ക് അറിയാലോ. ഇത്ര കാര്യങ്ങൾ നമുക്ക് അറിയാം. ഒരു സർക്കുലർ പാത്തിലുള്ള ഒരു ബോഡിയുടെ ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. ഒരു കർവ് അല്ലേ, ഒരു സർക്കിൾ, ഒരു കർവാണ്. അപ്പോൾ ഇവിടെ ഒരു ബോഡി ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ആ ബോഡിക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? ഇത് നോർമലായിരിക്കും, താഴോട്ട് എം ജി ആക്കി ആക്ട് ചെയ്യാം. താഴേക്ക് എം ജി, മേലോട്ട് തന്നെ. നമുക്ക് ഒന്നുകൂടി വരയ്ക്കാം. ഇത് ഇങ്ങനെയല്ലേ. അപ്പൊ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുമ്പോൾ നോർമലാണ്, ഇങ്ങോട്ട് എം ജി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇത് റോഡാണെങ്കിൽ, നമുക്കറിയാം സർക്കുലർ റോഡാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവും. നമുക്ക് ഒരു ബോഡി കറങ്ങുന്ന ഏതൊരു ബോഡി എന്ത് ചെയ്യാം, അതിന് ഒരു ആക്സിസിന് ആസ്പദമായിട്ട്, അല്ലെങ്കിൽ സർക്കുലർ റോഡിലാണെങ്കിലും കറങ്ങുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഉള്ളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയാം. എന്താണ്, ഉള്ളിലോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനാണ് പറയാൻ എന്ത് ചെയ്യുക, സെൻട്രിപെറ്റൽ ഫോഴ്സ്, എഫ് സി എന്ന് പറയും. ഈ സെൻട്രിപെറ്റൽ, ഒരു കറങ്ങുന്ന ബോഡിക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കാനുള്ള ഒരു കാരണം അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ സെൻട്രിപെറ്റൽ ഫോഴ്സിന് കാരണം ഇവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ്. ഇതാണ് ഫ്രിക്ഷൻ, സ്മോൾ ഓഫ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഒരു സർക്കുലർ മോഷനിൽ സഞ്ചരിക്കുന്ന ബോഡിക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഫ്രിക്ഷൻ ആണ്. അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നുള്ളത് നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ സെൻട്രിപെറ്റൽ ഫോഴ്സ്, അതായത് എഫ് സി ഈക്വൽ ടു നമ്മൾ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, സെൻട്രിപെറ്റൽ ഫോഴ്സ് എഫ് സി ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഡയഗ്രത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ലോ, ഫ്രം ദ ഡയഗ്രാം നമുക്ക് എഴുതാൻ പറ്റില്ലോ, എൻ ഈസ് ഈക്വൽ ടു നോർമൽ എന്ന് പറഞ്ഞത് എം ജിക്ക് ഈക്വൽ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ, ഫ്രിക്ഷൻ ഈസിക്കൽ എഫ് എന്നല്ലേ, സ്മോൾ എഫ് ഈക്വൽ ടു മ്യൂ എൻ. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി കിട്ടിയ എൻ ഇല്ല, ഈ എന്നിന്റെ വാല്യൂ നമ്മൾ ഇക്വേഷൻ നമ്പർ 1ലേക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രിക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു മ്യൂ, അതേമാതിരി തന്നെ എഴുതി, എന്നിന്റെ ഭാഗത്ത് സ്മോൾ എം ഇൻറ്റു ജി. ഓക്കെ, ഇൻറ്റു ജി. അപ്പോ നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഇക്വേഷൻ നമ്പർ എ ആണ്. ഇക്വേഷൻ നമ്പർ എയും ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പോ ഇക്വേഷൻ നമ്പർ എ ആൻഡ് 1 അല്ലെ, എയും 1 നമ്മൾ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പൊ എന്താണ് കമ്പയർ ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? എം എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു എന്താ കിട്ടുക, മ്യൂ ആർ ജി അല്ല, സോറി, മ്യൂ എം ജി അല്ലെ, മ്യൂ എം ജി.
ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിപ്പോകാനുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോകാൻ എന്തൊക്കെയുള്ളത്, സ്മോളമും വെട്ടിപ്പോകും അല്ലേ. അപ്പം വി സ്ക്വയർ ബൈ ആർ അല്ലേ, അപ്പൊ നമുക്ക് എഴുതാം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു മ്യൂ ജി. അതിൽ നിന്നിട്ട് നമുക്ക് എന്താ പറ്റുക, വി സ്ക്വയർ കണ്ടൂടെ, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ ആർ ജി. ഈ ആറിന് അപ്പുറത്തേക്കുണ്ട്, അതിന് വി എന്ന് പറയുന്നത് എന്താ, റൂട്ട് ഓഫ് മ്യൂ ആർ ജി. അപ്പൊ വി എന്ന് കിട്ടിയത് റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ക്ലിയർ ആണല്ലോ. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, മോഷൻ ഓഫ് എ കാർ ഓൺ സർക്കിൾ ലെവലിലോട്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു വി എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി ആണ്, ആർ എന്നുള്ള റേഡിയസ് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റി ആണ്, വി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതായത് ഈ സർക്കുലർ റോഡ് കൂടെ ഒരു ബോഡിക്ക് എത്ര വേഗതയിലാണ് മാക്സിമം സഞ്ചരിക്കാൻ പറ്റുന്നത്, മനസ്സിലായോ? ഒരു സർക്കുലർ റോഡ് കൂടെ ഒരു ബോഡിക്ക് എത്ര വേഗതയിലാണ് എന്ത് ചെയ്യുക, സഞ്ചരിക്കാൻ പറ്റുന്നത്, അതായത് മാക്സിമം വെലോസിറ്റി. അപ്പൊ സേഫ് ആയിട്ട് സഞ്ചരിക്കാനുള്ള വെലോസിറ്റിയും കൂടിയാണ് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ചില പരസ്യ ബോർഡുകളൊക്കെ കണ്ടില്ലേ, അപ്പൊ നമ്മള് പരസ്യ ബോർഡ്, നമ്മളെ ഈ സേഫ്റ്റി ബോർഡുകളൊക്കെ, ഈ സേഫ്റ്റി ബോർഡിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഉള്ളിൽ ഇപ്പം ഒരു 30 കിലോമീറ്റർ ഒരു ഒന്നും കൂടി ചെയ്താം, ഒരു 30 കിലോമീറ്റർ വേഗതയിൽ മാത്രമേ എന്ത് ചെയ്യാം, സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്ന് ചില സ്ഥലത്ത്. അതായത് വേഗം ഒരു വളവ് തിരിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഇങ്ങനെയുള്ള പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ആ റോഡിൽ മാക്സിമം എന്ത് ചെയ്യുക, ഇത്ര വേഗതയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ, അത്ര വേഗത പോയാൽ മാത്രമേ, അതാണ് ഇതിന്റെ സേഫ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതിനപ്പുറം പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വണ്ടി അപകടത്തിൽ പെടാൻ ചാൻസ് ഉണ്ട്. ഒക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോഷൻ ഓഫ് എ കാർ ഓൺ സർക്കുലർ ലെവൽ റോഡില് പോകുന്നതിന്റെ വെലോസിറ്റി, മാക്സിമം പോകാൻ പറ്റുന്ന വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, വി ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് അവിടെ കാണുന്നത് അല്ലേ. അപ്പൊ 30 കിലോമീറ്റർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇക്വേഷനിൽ നമ്മൾ മ്യൂവിന്റെ വാല്യൂ, ആറിന്റെ വാല്യൂ, ജിന്റെ വാല്യൂ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക, നമ്മളവിടെ സേഫ് സ്പീഡ് എന്നുള്ള കാണുന്നത്, അല്ലെങ്കിൽ മാക്സിമം വെലോസിറ്റി ഓഫ് എ ബോഡി ടു ട്രാവൽ ത്രൂ ദ ബോർഡ് അല്ലെ. റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന മാക്സിമം സ്പീഡ് കാണാൻ അല്ലെങ്കിൽ വെലോസിറ്റി കാണാൻ എന്ത് ചെയ്യുക, നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുണ്ട്, അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഇത് പറഞ്ഞു. ഓക്കെ, ഇനി ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്, ബാങ്കിങ് ഓഫ് എ റോഡ് അല്ലെ. അപ്പൊ ബാങ്കിങ് ഓഫ് എ റോഡ് എന്ന് പറയുകയാണെങ്കിൽ ചുരുക്കി എത്ര ഉള്ളൂ നമുക്കറിയാം. ഇപ്പൊ ഒരു റേസ് ട്രാക്ക് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ കാർ ഓട്ടോ മത്സരത്തിന് റേസ് ട്രാക്ക് എടുക്കുകയാണെങ്കിൽ ആ ട്രാക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വശം പൊന്തിയിട്ടും ഒരു വശം താന്നിട്ടുണ്ടാവുക അല്ലെ. ഈ സർക്കുലർ പാത്തിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുക, ആ വശം പൊന്തിയിട്ടും ഒരു വശം താന്നിട്ടുണ്ടാവുക. അതിന് ശരിക്കും ഈ ഒരു കൺസെപ്റ്റ് ആണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയാം. അപ്പോൾ ഇതെന്താണെന്ന് ആദ്യം വായിക്കാം. അതായത് റേസിംഗ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ കർവ്ഡ് റോഡ് ഹയർ ദാൻ ദ ഇന്നർ എഡ്ജ് ഹെൽപ്പ് വെഹിക്കിൾ ടു ടേൺ സേഫ്റ്റി അറ്റ് ഹയർ സ്പീഡ്സ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഈ വാഹനങ്ങൾ സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് സേഫായി നിൽക്കാൻ വേണ്ടി, സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളിലെ അടിച്ച് താന്നിട്ടും പുറമുള്ള അടിച്ച് എന്ത് ചെയ്യുക, പൊന്തിയിട്ടാണ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക, ഇങ്ങനെ ഒരു സ്പേസിൽ. ഓക്കെ, അപ്പോ അതിനാണ് റേസിംഗ് കാറിന്റെ ട്രാക്കുകൾ, അതുപോലെ തന്നെ എവിടെയൊക്കെ യൂസ് ചെയ്ത റേസ് ട്രാക്കുകൾ, പിന്നെ അതുപോലെ കർവ്ഡ് റോഡുകൾ, പിന്നെ ഹൈവേയിൽ കാര്യങ്ങൾക്ക് ആ റോഡ് അങ്ങനെ കുറച്ച് പൊന്തിയിട്ട് ഉണ്ടാക്കാൻ കാരണം. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത് റേസിംഗ് ദ ഔട്ടർ എഡ്ജ് ഓഫ് ദ റോഡ് ഹയർ ദാൻ ദ ഇന്നർ എഡ്ജ് ടു ഹെൽപ്പ് വെഹിക്കിൾ ടു ടേൺ സേഫ്റ്റി അറ്റ് ഹയർ സ്പീഡ്സ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പൊ എന്താ ഇത് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളം അത് ചെരിവാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. ബാങ്കിങ് ഓഫ് റോഡ് എത്രത്തോളം ചെരിവ്, അപ്പൊ മുകൾ ഭാഗം അതായത് ഉള്ളിലേക്ക് കുറവും മുകളിലേക്ക് ഇന്ത്യ പൊന്തിയിട്ടുണ്ടാവുക. ആ ഒരു കൺസെപ്റ്റ് ആണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പർപ്പസ് ഓഫ് ബാങ്കിങ്. ഓക്കെ, അപ്പൊ ബാങ്കിങ്ങിന്റെ പർപ്പസ് എന്താണ് കേട്ടോ, അതാണ് ടു റെഡ്യൂസ് റിസ്ക് ഓഫ് സ്കിഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു അലൗ വെഹിക്കിൾ ടു ടേക്ക് ടേൺസ് അറ്റ് ഹയർ സ്പീഡ്സ്. അപ്പം ഹയർ സ്പീഡ്സിൽ വരുന്ന വാഹനത്തിന് എന്ത് ചെയ്യുക, ഈ വളവുകളൊക്കെ പെട്ടെന്ന് വളയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അല്ലെ, സ്മൂത്ത് ആയിട്ട് വളയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തതാണ് ടു ഇൻക്രീസ് കംഫർട്ട് ആൻഡ് സേഫ്റ്റി. ഇപ്പം
ഇങ്ങനെ ഉണ്ടാക്കുന്ന കുറച്ച് കംഫർട്ടും ആണ്, അതുപോലെ സേഫ്റ്റിയാണ്. കാരണം എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ വാഹനങ്ങൾ സ്കിഡായി പോകില്ല, അങ്ങനെ അതുകൊണ്ട് കുറച്ചും കൂടി കംഫർട്ടായി, വാഹനം ഓടിക്കാൻ കംഫർട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിങ് ഫ്രോഡിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ അതിന്റെ മേജർ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ പോവാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ബാങ്കിങ് ഫ്രോഡിന്റെ പ്രധാനമായിട്ടും പറയണമാണ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് അല്ലെ. ഇത് മിക്കവാറും എല്ലാ പ്രാവശ്യവും എക്സാമിന് ചോദിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ കേസുള്ള കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ഇതും അതേമാതിരി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നേരത്തെ കൺസിഡർ ചെയ്ത മാതിരി നമ്മൾ ഒരു ചെറിയ സർഫസ് ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്, ഒരു ചെറിയ പ്രതലം. ആ ചെറിയ പ്രതലത്തിലൂടെ ഒരു ബോഡി അവിടെ ഉണ്ട് അല്ലെ, അവിടെ റെസ്റ്റിലുണ്ട് അല്ലെ. അങ്ങനെയാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയാലോ, ഞാൻ പറഞ്ഞല്ലോ ഒരു ബോഡിയുടെ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് നോർമൽ ആക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതിനാണ് എന്ത് പറയാ, നോർമൽ എന്ന് പറയാം. നോർമൽ ക്ലിയർ ആണല്ലോ, ഇത് നോർമൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ബോഡിയുടെ സെന്റർ ആണ്. അപ്പൊ താഴോട്ട് എന്താ ഒരു mg എന്നുള്ള ഫോഴ്സ് അല്ല ഉണ്ടാവുക, സോറി താഴേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എന്താ പറയാ, mg ആണ് ഫോഴ്സ് ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ഈ mgക്ക് നമ്മൾ എന്താ ചെയ്യാ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം നമുക്കിപ്പം പറയാൻ പറ്റും, ഇത് നോർമലാണ്. ഇപ്പൊ ഇത് നോർമൽ ആണെങ്കിൽ മുകളിലോട്ടുള്ള വാല്യൂ n cos θ കമ്പോണന്റ് ആണെങ്കിൽ ഈ എന്നിന് എന്ത് ചെയ്യാം, രണ്ട് കമ്പോണന്റ് ആയി തിരിക്കുക. n cos θ ആൻഡ് ഇവിടെ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് n sin θ അങ്ങനെ കമ്പോണന്റ് ആയി തിരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ബോഡി അവിടെ നിൽക്കുകയാണെങ്കിൽ താഴേക്ക് വരുന്ന കമ്പോണന്റ് ഇല്ലേ, ഈ ഇവിടേക്ക് വരുന്ന കമ്പോണന്റ് പറഞ്ഞ ഫ്രിക്ഷൻ ആയിരിക്കും. എന്താണ്? ഫ്രിക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ n sin θ എന്നുള്ള ഈ ഫ്രിക്ഷൻ എന്ത് ചെയ്യാം, നമ്മൾ രണ്ട് കമ്പോണന്റ് ആയി തിരിക്കുക. ആ ഫ്രിക്ഷനെ നമ്മൾ ഒരു കമ്പോണന്റ് ആയി തിരിക്കുന്നത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യാം, f cos θ. ഓക്കെ, ഈ സെയിം ഇത് ഇവിടെ തന്നെ കേട്ടോ, f cos θ. അതുപോലെ തന്നെ ഇവിടേക്ക് പറയുമ്പോൾ f sin θ. ഓക്കെ, അപ്പൊ ഒരു ഇത് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം എന്താ, ഡയഗ്രാം അല്ലെ. ഡയഗ്രാം ബാങ്കിങ് ഓഫ് എ റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം ആണ് ഇമ്പോർട്ടന്റ് ഉള്ളത്. ഈ ഡയഗ്രാം നന്നായിട്ട് വരച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ബാക്കിയുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യണത് അത് നോക്കാം. വെയിറ്റ് ഓഫ് ദ കാർ അല്ലെ, mg എന്നുള്ള കാർ താഴോട്ട് ആക്ട് ചെയ്യണ്ടല്ലോ വെയിറ്റ്. പിന്നെ നോർമൽ ഫോഴ്സ് ഉണ്ട്, ക്ലിയർ ആണല്ലോ. അതുപോലെ തന്നെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള 3 ഫോഴ്സ് ആണ് ഇവിടെ ആക്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണ് ഈ ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഫസ്റ്റത്തെ കാര്യം എഴുതാൻ പോവാണേ. ഫസ്റ്റ് എന്താണ് ഇത്, നമുക്ക് ഇത് നമുക്ക് എഴുതാൻ പറ്റും, n cos θ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കാര്യമുള്ളത്, mg പ്ലസ് f sin θ ഇവിടെ mg അത് ഇങ്ങനെ എഴുതാം. അതായത് n cos θ എന്ന് പറയുന്നത് ഈക്വൽ ടു mg പ്ലസ് f sin θ. n cos θ is equal to mg plus f sin θ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ mg plus f sin θ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഇതിന് mg കാണാമല്ലോ. mg is equal to എന്താണ്, mg is equal to n cos θ minus f sin θ. ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ഭാഗം നമുക്ക് എഴുതാലോ. അടുത്ത കമ്പോണന്റ് എങ്ങനെയുള്ളത്, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാലോ, n sin θ പ്ലസ് അതായത് n sin θ പ്ലസ് f cos θ ഈക്വൽ ടു എന്താണ്, mv സ്ക്വയർ ഡിവൈഡർ ബൈ r. ക്ലിയർ ആണല്ലോ. ഇതിൽ mv സ്ക്വയർ ബൈ r എന്നാൽ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ സപ്പോസ് ഈ എപ്പോഴും എന്ന് പറയാം, ഒരു ബോഡിയുടെ എന്ത് ചെയ്യുക, സെൻട്രൽ ഭാഗത്താണ് ഇത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുക അല്ലെ. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണ് n sin θ പ്ലസ് f cos θ. അതായത് ആ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് നമ്മൾ സെൻട്രലിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. അത് ഈക്വൽ ടു സെൻട്രിപെറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണ്. അതാണ് ഇത് n sin θ പ്ലസ് f cos θ ഈക്വൽ ടു mv സ്ക്വയർ ബൈ r. നമുക്ക് അടുത്ത പേജിൽ എഴുതാം. അതിനൊന്നും കൂടി എഴുതാണ്, mv സ്ക്വയർ ബൈ r ഈക്വൽ ടു n sin θ പ്ലസ് f cos θ.
ഇതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അപ്പൊ 2 ഇക്വേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ നേരത്തെ കിട്ടിയ ഇക്വേഷൻ അതായത് 2/1 ചെയ്തു നോക്കാം. ഇക്വേഷൻ 2/1 അത് കണ്ട എന്താ കിട്ടുക? mv² / r / mg എന്നല്ലേ ഉണ്ടാവുക, ഈക്വൽ ടു എന്താണ് n sin തീറ്റ പ്ലസ് f cos തീറ്റ ഡിവൈഡഡ് ബൈ എന്താ n cos തീറ്റ മൈനസ് f sin തീറ്റ. അപ്പൊ ഇത്ര കാര്യങ്ങൾ കിട്ടി. അപ്പൊ ഇക്വേഷൻ 2/1 നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി ഇത് ഇക്വേഷൻ വെട്ടിപ്പോകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഇവിടെ സ്മോൾ എമ്മും എമ്മും വെട്ടിപ്പോയി അല്ലെ. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ ഉണ്ടാവുക? v² ഡിവൈഡഡ് ബൈ rg ഈക്വൽ ടു n sin തീറ്റ പ്ലസ് f cos തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ മൈനസ് f sin തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച ഒരു ഇക്വേഷൻ ഉണ്ട്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ μ1 എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ, μ1. അപ്പൊ ഫ്രിക്ഷൻ F is equal to mu എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഫ്രിക്ഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ μ1 എന്നുള്ളത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ v² ഡിവൈഡഡ് ബൈ rg ഈക്വൽ ടു n sin തീറ്റ പ്ലസ് μn cos തീറ്റ ഡിവൈഡഡ് ബൈ n cos തീറ്റ മൈനസ് μn sin തീറ്റ. അപ്പൊ ഇത്ര കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യാം? ത്രൂ ഔട്ട് എന്നോട് ഡിവൈഡ് ചെയ്യാം. അപ്പം എന്നോട് ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? ബാക്കിയുള്ള കാര്യം എന്താ? അപ്പം v² ഡിവൈഡഡ് ബൈ rg ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? അപ്പൊ tan തീറ്റ ബൈ കോസ് തീറ്റ പറയുമ്പോൾ tan തീറ്റ പ്ലസ് മ്യൂ അല്ലെ വരിക, മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ഇൻറ്റു tan തീറ്റ. ക്ലിയർ ആണല്ലോ? ഇത് സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബാക്കിയുള്ളതിനെ അതേമാതിരി ഡിവൈഡ് ചെയ്തു. അപ്പൊ 1 മൈനസ് മ്യൂ tan തീറ്റ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയില്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത് അതിന് v² നേരത്തെ കണ്ട മാതിരി v² അങ്ങോട്ട് എടുക്കാം. v² ഈസ് ഈക്വൽ ടു rg ഇൻറ്റു tan തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ഇൻറ്റു tan തീറ്റ. ഇത് നമുക്ക് ബോക്സിലിടാം. ഓക്കെ, അതിൽ നിന്ന് v² കാണാം. അതിൽ നിന്നിട്ട് v² എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് എന്താണ് rg ഇൻറ്റു tan തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ tan തീറ്റ. അപ്പൊ ഇത്ര കാര്യങ്ങൾ മനസ്സിലായല്ലോ. v is equal to rg ഇൻറ്റു tan തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ഇൻറ്റു tan തീറ്റ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്യുക? സോറി, ഇത് v² ആണ്. ഇത് v² എന്ന് കണ്ടാൽ കിട്ടും. അതിന് v കണ്ടാൽ റൂട്ട് ഓഫ് പറഞ്ഞാൽ v കിട്ടും. അപ്പോ നമുക്കിപ്പോ v കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പോ v എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താ പറയാ, അപ്പോ നമ്മളിപ്പോ എന്താ പറയുക, ലെവൽ ഒരു ബാങ്ക്ഡ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡിൽ, ഒരു ബാങ്ക്ഡ് റോഡിൽ ഉണ്ടാവുന്ന ബോഡിയുടെ മോഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ആണ് നമ്മൾ എന്ത് ചെയ്യുക? ബാങ്ക് റോഡിൽ കിട്ടുന്ന വെലോസിറ്റി അല്ലെ. അപ്പം v is equal to rg ഇൻറ്റു tan തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ tan തീറ്റ. ഒരു ബോഡിക്ക് അതിലൂടെ സഞ്ചരിക്കാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ v എന്ന് പറഞ്ഞാൽ v is equal to റൂട്ട് ഓഫ് rg ഇൻറ്റു tan തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ tan തീറ്റ. അപ്പൊ ഇപ്പൊ ഇവിടെ നമുക്ക് v കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ തീറ്റയ്ക്ക് മ്യൂക്ക് എന്ത് ചെയ്യാം? ഓരോ വാല്യൂസ് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യാം? വിക്ക് നമുക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത കാര്യത്തേക്ക് പറയാം. ഇപ്പൊ ഒരു ഹൊറിസോണ്ടൽ കർവ്ഡ് റോഡാണ് വിചാരിക്കാം. എന്താണ്? ഒരു ഹൊറിസോണ്ടൽ കർവ്ഡ് റോഡ് അല്ലെ. ഒരു ഹൊറിസോണ്ടൽ കർവ്ഡ് റോഡാണെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, അവിടെ ഉണ്ടാവുന്ന തീറ്റാന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഡിഗ്രി ആയിരിക്കും. തീറ്റ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട് ഓഫ് rg ഇൻറ്റു tan തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ഇൻറ്റു tan തീറ്റ. ഓക്കെ, ഇതിന് തീറ്റയ്ക്ക് 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ v എന്താ കിട്ടുക? v is equal to root of rg ഇൻറ്റു 0 പ്ലസ് മ്യൂ
ഡിവൈഡഡ് ബൈ 1 മൈനസ് 0 ഇൻറ്റു ടാൻ 0 ആകുമ്പോൾ 0. അപ്പോൾ വി ഈസ് ഈക്വൽ ടു റൂട്ട് മ്യൂ ആർ ജി. ഓക്കെ, അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ കർവ്ഡ് റോഡിൽ തീറ്റ 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന അവിടെ കിട്ടുന്ന വെലോസിറ്റി വി സീറോ റൂട്ട് മ്യൂ ആർ ജി എന്നുള്ള ഇക്വേഷൻ കിട്ടുക. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ ആർ ജി. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബാങ്ക്ഡ് റോഡിൽ എങ്ങനെ നോക്കാം കേട്ടോ. ഫോർ എ ബാങ്ക്ഡ് റോഡ് ഒരു ബാങ്ക്ഡ് റോഡിൽ മ്യൂവിന്റെ വാല്യൂ എന്തായിരിക്കും? 0. അത് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷന്റെ ഒരു കോയിഫിഷ്യന്റ് ആണ് മ്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ മ്യൂ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം, നേരത്തെ വരുന്നതിൽ നമുക്ക് എന്ത് ചെയ്യാം, വി മാക്സിമം ചെയ്താട്ടോ, മാക്സിമം വെലോസിറ്റി ചെയ്താം. ഓക്കെ, ഫോർ ബാങ്ക്ഡ് റോഡിൽ മ്യൂ 0 ആണെങ്കിൽ സെയിം ഇക്വേഷനിലേക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വി മാക്സിമം എന്ന് പറയുന്നത് ആർ ജി ടാൻ തീറ്റ എന്നാണ്. വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ എന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. നേരത്തെ കഴിഞ്ഞ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന് വി സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആർ ജി ടാൻ തീറ്റ ആയിട്ട് വി സ്ക്വയർ ഇക്വൽ ടു ആർ ജി ടാൻ തീറ്റ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ ഇക്വൽ ടു ആർ ജി ടാൻ തീറ്റ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ തീറ്റ കാണാം അല്ലെ. അപ്പൊ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാണാം, ടാൻ തീറ്റ അല്ലെ. ടാൻ തീറ്റ എന്ന് പറയുന്നത് വി സ്ക്വയർ ബൈ ആർ ജി. അതിന് തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി. ഓക്കെ, അപ്പം ഇവിടെ എന്തൊക്കെ കണ്ടത്, ഒരു ബാങ്ക്ഡ് റോഡ് കിട്ടി കഴിഞ്ഞാൽ ആ ബാങ്ക്ഡ് റോഡിലുള്ള ആംഗിൾ അല്ലെ, ആംഗിൾ എങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ ആംഗിൾ കാണാൻ നമുക്ക് പറ്റും. മോസ്റ്റ് സേഫ് സ്പീഡ് അതെങ്ങനെ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെ, ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. ആ ഇക്വേഷൻ നമ്മൾ എടുത്തേരി. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാം, വി സ്ക്വയർ കാണാം. അപ്പൊ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ആർ ജി ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ വി എന്ന് പറഞ്ഞാല് റൂട്ട് ആർ ജി ടാൻ തീറ്റ എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മോസ്റ്റ് സേഫ് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ആ റോഡിലൂടെ സഞ്ചരിക്കേണ്ട മാക്സിമം സേഫ് ആയിട്ടുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ. ഇതാണ് നമുക്ക് കിട്ടിയത് അല്ലെ. അപ്പൊ മോസ്റ്റ് സേഫ് സ്പീഡ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ബാങ്കിങ്ങിന്റെ ആംഗിൾ ആണ് അല്ലെ. ഈ എത്രത്തോളം ചെരുവിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ ബാങ്കിങ് എത്രത്തോളമാണ്, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ബാങ്കിങ് ആംഗിൾ. ആ ബാങ്കിങ് ആംഗിൾ കാണാണ് സെക്കൻഡ് ബാങ്കിങ് ആംഗിൾ. ആ ബാങ്കിങ് ആംഗിൾ എന്ന് പറഞ്ഞാല് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. അപ്പൊ ടാൻ തീറ്റ എന്ന് പറഞ്ഞത് വി സ്ക്വയർ ബൈ ആർ ജി ആണ്. എന്താണ് ടാൻ തീറ്റ ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ജി ആണ് നമുക്കറിയാം. അപ്പൊ അതിൽ നിന്ന് തീറ്റ കാണാം. തീറ്റ കണ്ടെന്ന് കിട്ടുക, തീറ്റ ഈക്വൽ ടു എന്താ കിട്ടുക, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. ഇതിനാണ് എന്ത് ചെയ്യുക, ബാങ്കിങ്ങിന്റെ ആംഗിൾ എന്ന് പറയാം. എന്താണ് ബാങ്കിങ്ങിന്റെ ആംഗിൾ, ഇതാണ് ബാങ്കിങ്ങിന്റെ ആംഗിൾ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്, മോസ്റ്റ് സേഫ് സ്പീഡിലെ ഒരു സർക്കുലർ പാത്ത് കൂടെ ഒരു ബോഡി മൂവ് ചെയ്യാണ്. അപ്പോൾ സെൻട്രലിലേക്കാണ് ആക്സിലറേഷൻ ഉണ്ടാവുക. അപ്പൊ അതിന് കാരണം സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണുള്ളത്. അപ്പൊ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടാവാനുള്ള കാരണം ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ആ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു ബോഡി അത് എത്രത്തോളം മോസ്റ്റ് സേഫ് സ്പീഡ് എത്രയാണെന്ന് വെച്ചാൽ കൺവെർക്കേഷൻ വി ഈക്വൽ ടു റൂട്ട് ആർ ജി ടാൻ തീറ്റ. ഒരു ബാങ്കിങ് ഓഫ് റോഡിന്റെ കേസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പറഞ്ഞ ബാങ്കിങ് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് ബാങ്കിങ് ആംഗിൾ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വി സ്ക്വയർ ബൈ ആർ ജി എന്നുള്ളത് കിട്ടി. അങ്ങനെയാണെങ്കിൽ കേസ് 3 മിനിമം സ്പീഡും മാക്സിമം സ്പീഡും. അപ്പൊ അത് നമ്മൾ വേറെ ഇതിൽ ചെയ്താ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിനിമം സ്പീഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ മിനിമം സ്പീഡിനെ വി മിനിമം കേട്ടോ, വി മിനിമം ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ഇൻറ്റു ടാൻ തീറ്റ.
റൂട്ടിന്റെ ഉള്ളിലാണ് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂസ് ഡിവൈഡർ 1 മൈനസ് മ്യൂസ് ഇൻറ്റു ടാൻ തീറ്റ. ഇതാണ് മിനിമം സ്പീഡിന്റെ, അതായത് മിനിമം സ്പീഡ്, അല്ലെങ്കിൽ എത്രത്തോളം മിനിമം സ്പീഡാണ്. ഓക്കെ, പിന്നെ മാക്സിമം സ്പീഡ്. അപ്പൊ ആ ഒരു സർക്കുലർ പാത്തിലൂടെ, സർക്കുലർ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന മാക്സിമം സ്പീഡ് വി മാക്സിമം എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എന്ത് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ്, ടാൻ തീറ്റ മൈനസ് മ്യൂസ് ഡിവൈഡർ ബൈ 1 മൈനസ് 1 പ്ലസ് മ്യൂസ് ഇൻറ്റു ടാൻ തീറ്റ. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. വി മിനി വെലോസിറ്റി മിനി ആവുന്ന കേസിലും വെലോസിറ്റി മാക്സിമം ആവുന്ന കേസിലുള്ള രണ്ട് കേസ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ എളുപ്പമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.